മോഡൽ 1 കിലോ പോത്തെടുത്ത് 1 കിലോ കൊണ്ടുവന്ന് പോത്തെടുക്കുക. ആദ്യം ഒരു 2 അടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ ഒഴിക്കുക. വെളിച്ചെണ്ണ 2 അടപ്പ് ഒഴിച്ചേക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടില്ലേ, മുളകും മല്ലി അന്നേരം വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ശരിക്കങ്ങ് അരയ്ക്കുക. വെണ്ണ പോലെ അരയ്ക്കാന്ന് പറയും. ആ വെണ്ണ പോലെ അരച്ചു അതങ്ങ് എടുക്കുക. കുറച്ച് ഉപ്പും വാരി ഇടുക. അതിന് ശരിക്ക് അങ്ങോട്ട് തിരുമ്മി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വയ്ക്കുക. സ്റ്റൗ ഓണാക്കും. എന്നിട്ട് നേരെ അതും കൂടെ കുഴച്ച് ശരിയാക്കി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, ഒരു 5 ചെറിയ ഉള്ളി, ചുമ്മാ സവോളയൊന്നും വെട്ടി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞ് ഇതൊന്നും ചെയ്യരുത്. 5 ഉള്ളി 4ആയിട്ട് കീറി ഇടുക. ഒരു ശകല ഇഞ്ചി ഒരു കുറെ അരിഞ്ഞിടുക. ഒരു 4 പച്ചമുളക് എടുക്കുക, കീറി ഇടുക. ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലൊന്നിട്ട് വേവിക്കും. നമുക്ക് വീട്ടിൽ കഴിക്കാൻ നല്ല നാടൻ ചട്ടിയില്ലേ, മൺചട്ടി, കുക്കറിലാണ് ഞാൻ വേവിക്കാറ്. അകലെ വേവിച്ചോ. വേവിച്ച് കഴിഞ്ഞിട്ട് 1/2 വേവ് 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം. മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കിടന്നത് ഇങ്ങനെ ഒച്ച വെക്കും. ആ 1/4 വേവില് പാകമായി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ചീനിച്ചട്ടിയിലേക്ക് ഒരു 4 അടപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഉലുവ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടിട്ട് 3-4 പൊട്ട് പൊട്ടി. ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വേറെ ഒന്നും ഇടരുത്. ഇച്ചിരി ഉള്ളി, ചെറിയ ഉള്ളിയും അരിഞ്ഞിടുക. കുറച്ച് കറിവേപ്പില നമ്മളി ഇട്ടു. ഈ സാധനം കാണിച്ചു മൊത്തം ഇങ്ങനെ ഇളക്കി മറിച്ചങ്ങോട്ട് വയ്ക്കുക. മൂടി അത് തിന്നാൻ നേരത്തെ മൂടി തുറക്കുക. ഒരു മണം അങ്ങോട്ട് വരുടി ചക്കര എന്നത് മണം. ആ മണം. ഇപ്പൊ എത്ര ക്രൂസ് ഇവിടെ ഉണ്ട്, കുറെ പേര്. ഈ നിൽക്കുന്ന എല്ലാവരുടെയും വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പറയട്ടെ, നല്ല വെന്ത ചോറ്, ഉരുട്ടിയ ചോറുള്ള ഒരു കറിയും വേണ്ട. ഒരു പാത്രത്തിൽ ആ പോത്തർച്ചയും എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നല്ല ചക്കരക്കല പോലെയുള്ള തേങ്ങാക്കൊത്തും അത് നോക്കിയിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ മെഴുകുള്ളൂ ഉരുള എടുത്തിട്ട് ഇങ്ങനെ മുക്കിയാച്ച് കഴിക്കാൻ സമാധാനം. അതാ കഴിച്ചിട്ട് ഒരു കഷ്ണം പുളിശ്ശേരി കൂടെ ഒഴിച്ചോട്ടെ. പുളിശ്ശേരി പിന്നെ രണ്ടാമത് ആ പുളിശ്ശേരി ഒഴിക്കാവുള്ളൂ. രണ്ടാമത് ഇച്ചിരി ചോറ് മേടിക്കൂലേ, അതൊക്കെ ബീഫിന്റെ ഇച്ചിരി ചാറ് ഒഴിക്കുക, പുളിശ്ശേരി ഇച്ചിരി ഒഴിക്കുക. കുമ്പളങ്ങ ഏറ്റവും പുളിശ്ശേരിക്കല്ലേ. ഒന്ന് പഠിച്ചേ. ഈ നിൽക്കുന്ന ആരുടെയും വായിൽ വെള്ളം വന്നു. ഇറക്കണ ഒച്ച ഇവിടെ കേട്ടു അതില്ല. ഞാൻ എന്തിനാണ് ഭക്ഷണത്തെ കുറിച്ച് ചോദിച്ചത് ഈ സമയത്ത്? എനിക്കിതിന് വലിയ കാര്യമുണ്ട്. അതല്ലേ ഇനി ഇതൊക്കെ ഉണ്ടാക്കി നോക്കൂല്ലോ വീട്ടില്. ഞാൻ ഇത് രണ്ടാമത് കേട്ടിട്ട് ആ ബീഫ് ഞാൻ എങ്ങനെയാന്ന് പോത്തർച്ച വെച്ചിട്ടുള്ള കളിയുള്ളൂ. ഇനി തിരിച്ചു കയറട്ടെ. ഓക്കെ, സൂപ്പർ സ്റ്റാർ. ഇനി റൊമാൻറ്റിക് സ്റ്റാർ, ആക്ഷൻ സ്റ്റാർ, ഫാമിലി ഹീറോ, ത്രില്ലർ ഹീറോ, ഏത് തരം സ്റ്റാർ ആയിരിക്കും ജബ്ബാർ സൂപ്പർ സ്റ്റാർ? കൊച്ചുകുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, മധ്യവയസ്കർ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇതിലേതായിരിക്കും ജബ്ബാർ സൂപ്പർ സ്റ്റാറിന്റെ ഹാർഡ് കോർ ആരാധകർ? ഹാർഡ് കോർ എന്നതിന്റെ അർത്ഥം പറ. SSLC 3 വർഷം ജയിച്ചാണ്. ഏറ്റവും കടുത്ത ആരാധകരാണ്? ഏറ്റവും പ്രായം ചെന്ന